നമസ്കാരം. പന്നിക്കണിയിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിനാകില്ല എന്നും സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ തീരുവെന്ന ആവശ്യം ശക്തമാക്കാൻ പ്രതിപക്ഷം. കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട വനം മന്ത്രി ഉന്നയിച്ചത് വൃത്തികെട്ട ആരോപണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഹീനമായ ആരോപണം ഉന്നയിച്ച മന്ത്രിക്ക് തുടരാൻ യോഗ്യതയില്ല. പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നവർ നിലമ്പൂരിൽ പന്നിക്കണിയുമായി ഇറങ്ങിയിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചു. വഴിക്കടവിലെ മരണം രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനായി പ്രതിപക്ഷം സൃഷ്ടിച്ചതാകണമെന്നായിരുന്നു വനം മന്ത്രിയുടെ പ്രസ്താവന. ഇത് വലിയ രീതിയിലാണ് വിവാദമായത്. CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പ്രസ്താവനയിൽ അതൃപ്തരാണ്. സാധാരണ അപകടത്തെ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത് ശരിയായില്ല എന്നാണ് നിലപാട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി M സ്വരാജിന്റെ വിജയപ്രതീക്ഷകളെ ഇത് തകർക്കുമെന്ന വിലയിരുത്തൽ CPM കേന്ദ്രങ്ങളിൽ ഉണ്ട്. വനം മന്ത്രിയെ CPM നേതൃത്വം അതൃപ്തി അറിയിക്കും. ഇതിനിടെയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രൂക്ഷ പ്രതികരണവുമായി എത്തുന്നത്. അനധികൃത കരണ്ട് മോഷണത്തിൽ KSEBയെ നാട്ടുകാർ പരാതി അറിയിച്ചിരുന്നു. എന്നാൽ KSEB നടപടിയൊന്നും എടുത്തില്ല. അതാണ് കുട്ടിയുടെ ജീവൻ എടുത്ത അനാസ്ഥ. അങ്ങനെ KSEBയും ശശീന്ദ്രനും വഴിക്കടവിൽ വില്ലന്മാരാവുകയാണ്. വന്യജീവി ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് ചെന്നിത്തല പറഞ്ഞു. ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നതിന് പകരം വളരെ നികൃഷ്ടവും ജുഗുപ്സാജനകവുമായ വാചകങ്ങൾ ഉപയോഗിച്ച സംഭവത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും വനം മന്ത്രി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജയും അപമാനവുമാണ് തോന്നിയത്. തന്റെ വാക്കുകൾ പിൻവലിച്ച വനം മന്ത്രി ആ കുഞ്ഞ് നഷ്ടപ്പെട്ട കുടുംബത്തോട് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. ഏത് അനധികൃത വൈദ്യുത കെണികൾക്കും സഹായമൊരുക്കി മനുഷ്യരെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന KSEB അധികൃതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇത് വെറുമൊരു അപകട മരണമല്ല, സർക്കാർ വക കൊലപാതകം തന്നെയാണ്. കേരളത്തിന്റെ മലയോര മേഖലയിൽ ജനവാസം സാധ്യമല്ലാതായിട്ട് കാലങ്ങളായി. ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല. മലപ്പുറത്തെ മരണത്തിൽ പ്രതിഷേധിക്കുന്നവരെ കായികമായി മർദ്ദിച്ചു ഒതുക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇത്തരമൊരു വിരട്ടലും വില പോകില്ല. ഈ വിഷയത്തിൽ UDF ശക്തമായി തന്നെ ഇടപെടും. കാലങ്ങളായി വന്യജീവി ആക്രമണ വിഷയത്തിൽ UDF ഇടപെടുന്നുണ്ട്. സർക്കാരിനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ അനുവദിക്കില്ല. ഈ മരണത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ തീരൂ. വനം മന്ത്രിയും വൈദ്യുതി മന്ത്രിയും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഏകോപനവുമില്ല എന്നും ഒരു ഉത്തരവാദിത്തവുമില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായി തുറക്കാനുള്ള അപമാനാർഹമായ ശ്രമമാണ് LDF-ൽ നിന്നുണ്ടാകുന്നത്. ഇത് മലയോരവാസികളുടെ നീറുന്ന പ്രശ്നമാണ്, ജീവന്റെ പ്രശ്നമാണ്. സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് കുഞ്ഞ് മരിക്കാനിടയ സാഹചര്യം ദൗർഭാഗ്യകരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആദ്യം പ്രതികരിച്ചിരുന്നു. അതിയായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി നിൽക്കുന്ന വനം മന്ത്രി വനാതിർത്തികളിലെ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതേ മന്ത്രിയാണ് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കുറ്റം ആരോപിച്ചത്. എത്ര ഹീനമായ തരത്തിലാണ് മന്ത്രി സംസാരിച്ചത്. ഒരു നിമിഷം പോലും ആ മന്ത്രിക്ക് കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തിരുന്നു.